വയനാട് DCC ട്രഷററായിരുന്ന NM വിജയന്റെ ഭിന്നശേഷിക്കാരനായ മകന്റെ മരണം സമഗ്രമായി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട ഭിന്നശേഷിക്കാരുടെ സംഘടന വയനാട് SP-ക്ക് പരാതി നൽകി. ഭിന്നശേഷിക്കാർക്ക് അനുകൂലമായ നിയമങ്ങൾ നിലനിൽക്കെ എങ്ങനെയാണ് ജിജേഷിനെ ബാങ്ക് ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടത് എന്ന് അന്വേഷിക്കണമെന്നും ബാങ്ക് അധികൃതർക്കെതിരെയും കോൺഗ്രസ് നേതൃത്വത്തിനെതിരെയും നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിരിക്കുന്നത്. NM വിജയന്റെയും മകന്റെയും മരണത്തിന് ഉത്തരവാദികളായവർക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഡിഫറന്റ്ലി ഏബിൾഡ് പേഴ്സൺസ് വെൽഫെയർ ഫെഡറേഷൻ രംഗത്ത് വന്നു. സുൽത്താൻ ബത്തേരി അർബൻ ബാങ്കിൽ 7 വർഷത്തിലധികം ജോലി ചെയ്ത NM വിജയന്റെ മകൻ ഭിന്നശേഷിക്കാരനായിരുന്നു. ജിജേഷിനെ പിരിച്ചുവിട്ട നടപടിയും പിന്നീട് അദ്ദേഹത്തെ രക്ഷിതാവ് വിഷം നൽകി കൊലപ്പെടുത്തി ആത്മഹത്യ ചെയ്ത സംഭവവും സമൂഹ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന ഒന്നാണെന്നും സമഗ്രമായി സംഭവങ്ങൾ അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് ഡിഫറന്റ്ലി ഏബിൾഡ് പേഴ്സൺസ് വെൽഫെയർ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി KV മത്തായി വയനാട് SP-ക്ക് പരാതി നൽകിയത്. സുൽത്താൻ ബത്തേരി അർബൻ ബാങ്കിൽ പാർട്ട് ടൈം സ്വീപ്പറായിരുന്ന ജിജേഷിനെ ബാങ്ക് ഭരണസമിതി പറഞ്ഞുവിട്ടതിന് കാരണം അന്വേഷിക്കണം. ജിജേഷിന്റെ പിതാവ് അറിയാതെ 25 ലക്ഷം രൂപ കോഴ വാങ്ങി ജിജേഷിന്റെ സ്ഥാനത്ത് മറ്റൊരാളെ പോസ്റ്റ് ചെയ്തത് എങ്ങനെയെന്നും അന്വേഷിക്കണമെന്ന് പരാതിയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ സംവിധാനങ്ങളൊക്കെ നിലനിൽക്കുന്ന ഒരു സ്ഥലത്താണ് നമ്മുടെ നാട്ടിൽ ഇന്ന് ഒരു ഭിന്നശേഷിക്കാരനെ തൊഴിൽ ചെയ്തുകൊണ്ടിരുന്നത് 7 വർഷത്തിലധികം തൊഴിൽ ചെയ്തിരുന്ന സ്ഥാപനത്തിൽ നിന്ന് യാതൊരു കാരണവുമില്ലാതെ പിരിച്ചുവിടുകയും അവിടെ മറ്റൊരാളെ നിയമിക്കുകയും ചെയ്തു. അതിൽ ഏറ്റവും വലിയ ദാരുണമായ സംഭവം അദ്ദേഹം ആ മനോവിഷമവും ഈ രക്ഷിതാവിന് വന്നിട്ടുള്ള ബാധ്യതകളും എല്ലാം കൂടെ വെച്ചിട്ടാണ് അദ്ദേഹം ഈ മകന് വിഷം നൽകി കൊലപ്പെടുത്തിയതിന് ശേഷം രക്ഷിതാവ് ആത്മഹത്യ ചെയ്യുക എന്ന് പറയുന്നത് മലയാളി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വേദന ഉണ്ടാക്കുന്നൊരു വിഷയമാണ്. അപ്പോൾ ഈ വിഷയത്തിൽ കൃത്യമായ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ പ്രത്യേകിച്ച് ബാങ്ക് ഭരണസമിതിക്കെതിരെ അടക്കം നടപടി ഉണ്ടാവേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഈ പിതാവ് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന ആരോപണ വിധേയരായിട്ടുള്ള നേതാക്കൾക്കെതിരെ കൊലക്കുറ്റത്തിനടക്കം കേസെടുക്കണമെന്നുള്ളതാണ് DAWF-ന് വയനാട് ജില്ലയിൽ ആവശ്യപ്പെടാനുള്ളത്. പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി ആക്ട് പ്രകാരം 3% സംവരണവും 2016 ഭിന്നശേഷി ആക്ട് പ്രകാരം സഹകരണ സ്ഥാപനങ്ങളിൽ അടക്കം 4% സംവരണവും നിലനിൽക്കുകയാണ് ബാങ്കിന്റെ ഈ നടപടി. ബാങ്ക് ഭരണസമിതിക്കെതിരെയും ഇതിന് കാരണക്കാരായ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെയും സമഗ്രമായ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ടാണ് പരാതി നൽകിയിരിക്കുന്നത്. കൈരളി ന്യൂസ്, വയനാട്.